രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിന് പിന്നാലെ വിശദീകരണവുമായി മുതിർന്ന നേതാവ് കെ സുധാകരൻ. രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി രാഹുലിനോട് താൽപര്യമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. രാഹുൽ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കരുത് എന്നാണ് പറഞ്ഞതെന്നും കെ സുധാകരൻ പറഞ്ഞു. എനിക്കൊരു വാക്കും ഒരു നാക്കും ഒരു പണിയേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞെല്ലാം പറഞ്ഞത് തന്നെ. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ കേസ് വന്നല്ലോ, ആ കേസിന്റെ അനന്തര ഫലങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. തെറ്റുപറ്റി, അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ചെയ്ത് ശരിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ശരിയാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ഇതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് രാഹുലിന്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ചൂടായി പറഞ്ഞിട്ടുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്ന് ആലോചിക്കുന്നത് നല്ലത്, അത്രയേ ഉള്ളൂ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയെന്നും താൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിശ്വസിക്കുന്നില്ല എന്നുമായിരുന്നു മുൻപ് കെ സുധാകരൻ പ്രതികരിച്ചത്. ആ പ്രതികരണം കൂടി കേൾക്കാം. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. റഹീസ്, നമ്മളിപ്പോൾ ഈ രണ്ട് പ്രതികരണവും കേൾപ്പിച്ചു പ്രേക്ഷകരെ. അപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ തിരുത്താനിടയായ സാഹചര്യം എന്താണ്? ക്രിസ്റ്റീന, ഇത് ആദ്യത്തെ പ്രതികരണം കേസെടുക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഈ അതിജീവിത പരാതി നൽകുന്നതിന് തൊട്ട് മുൻപുള്ള പ്രതികരണമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു ഒത്തുകളിയാണ്. അത് അദ്ദേഹം രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കേണ്ടതില്ല, താൻ തിരക്കിയപ്പോൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ മുന്നോട്ട് വരണം, പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്നുള്ള അഭിപ്രായമൊക്കെയാണ് അന്ന് കെ സുധാകരൻ നടത്തിയത്. പക്ഷെ അതിന് പിന്നാലെയാണ് അതിജീവിത പരാതി നൽകുന്നു, കേസെടുക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു. അതിനുശേഷം ഇപ്പോൾ നടത്തിയ പ്രതികരണത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് കുറെ കൂടിയൊക്കെ ഒന്ന് മയപ്പെടുത്തുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ അദ്ദേഹം അവസാനിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയത്തിൽ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കരുത്, പ്രത്യക്ഷമായി തന്നെ നിലനിൽക്കണം എന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ചെയ്തത് തെറ്റാണ്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായി, അദ്ദേഹം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അതിന്റെ നിയമ നടപടികളൊക്കെ നടന്നു വരുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ഒന്നല്ല എന്നുകൂടിയാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതിനപ്പുറം കേസുകൾ വന്ന, ഇതിൽ കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെയും ഇപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഒറ്റ കേസ് വെച്ചുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്ന് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ ആദ്യം മുതൽ തന്നെ കോൺഗ്രസിനിടയിൽ ഒരു ചർച്ചയുള്ളത് കെ സുധാകരനായിരുന്നു KPCC പ്രസിഡന്റ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായൊരു നടപടി ഉണ്ടാകില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ പോലുള്ള നടപടികൾ ലഭിക്കില്ല, കൂടുതൽ അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തും, സംരക്ഷിക്കും എന്നുള്ള പ്രസ്താവനയായിരുന്നു. അതിനെതിരെയാണ് ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നത്. അപ്പോൾ ആ ഒരു ചർച്ച കൂടി നിലനിൽക്കെ സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ അദ്ദേഹം പിൻവലിച്ചില്ല. അദ്ദേഹം പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുകയാണ്, രാഷ്ട്രീയ രംഗത്ത് തുടരണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിലുള്ള ഭിന്നത അവരുടെ വാക്കുകളിലും അവരുടെ ഒരു ചേഷ്ടകളിലുമൊക്കെ തുടരുന്ന ആ പിന്തുണ രാഹുലിനോട് പലരും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് കെ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.